നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനും ചെയർമാനും സിഇഒയുമായ ശ്രീ സോഹൻ റോയിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. നമസ്തേ. കേരളം വിദ്യാഭ്യാസത്തിലും അതുപോലെ ആരോഗ്യത്തിലും ഒക്കെ നമ്പർ 1 എന്നാണ് അവകാശപ്പെടുന്നത്. ലോകത്തിന് തന്നെ മാതൃക. കേരള മോഡൽ അതും പ്രസിദ്ധമായതാണ്. പക്ഷേ ഇവിടെ +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയാണ്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്നത്? അവർ ഓടി രക്ഷപ്പെട്ടില്ലെങ്കിലും അവരുടെ അവസാന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ ചെന്ന് നിൽക്കുക എന്നുള്ളതാണ്. അത് വിദേശത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട അവസ്ഥയാണ്. ഞാൻ വെറുതെ തമാശ പറയുന്നില്ല, കാര്യം ഞാൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. ഞങ്ങളുടെ സ്ഥാപനം ഏതാണ്ട് 10-29 കൺട്രീസിലായിട്ടുണ്ട്. ഒരു 2700-ഓളം എംപ്ലോയീസ് ഉണ്ട്. എല്ലാം ഓൾമോസ്റ്റ് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ളവരാണ് വരുന്നത്. ഒരു വർഷം ഏതാണ്ട് ഇപ്പം 200-ൽ പരം ഫ്രഷേഴ്സിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അനുഭവമാണ്. അതായത് സീറോയിൽ നിന്ന് ഞങ്ങൾ അതിനു മുമ്പ് അവർ പഠിച്ച് ഏതാണ്ട് 50,000 മണിക്കൂറോളം അവർ അക്കാഡമിക്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള 90% കാര്യങ്ങളും അവർക്ക് അറിയില്ല. ആദ്യമായിട്ട് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത് ISO സിസ്റ്റത്തിലാണ്. ഞങ്ങൾക്ക് ISO പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ ഒരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ISO എന്താണെന്ന് അറിയാതെ ആണ് ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തി ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ വരുമ്പോൾ വിദേശത്ത് പോയാലുള്ള ഗുണം അറ്റ്ലീസ്റ്റ് അവർ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറിലുള്ള എന്തായാലും ഇത് നന്നായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാരുമായി മിക്സ് ചെയ്ത് ജീവിതം കുറച്ച് പഠിക്കും. അല്ല, ഈ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്കാണോ ISOനെ കുറിച്ച് അറിയാത്തത്? കേരളത്തിലെ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി അങ്ങനെയാണ്. അതായത് ഒരു അന്ധൻ മറ്റൊരു അന്ധനെ നയിക്കാനുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മുടെ വ്യവസ്ഥ. ആക്ച്വലി ഞാനൊരു അധ്യാപക ഫാമിലിയിൽ നിന്ന്, എൻ്റെ പേരൻസ് അധ്യാപകരായിരുന്നു, എൻ്റെ ബ്രദർ സിസ്റ്റർ എല്ലാവരും അധ്യാപകരാണ്. എൻ്റെ രക്തത്തിലും അധ്യാപനത്തിനുള്ള കഴിവുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പക്ഷേ അക്കാഡമിക്സിൽ പോയി പഠിപ്പിക്കാനുള്ള അവകാശമില്ല. അതിന് ഞാൻ ക്വാളിഫൈഡ് അല്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഈ അക്കാഡമിക്സിലുള്ള ആൾക്കാർ ഇവരാരും ഇൻഡസ്ട്രി കണ്ടിട്ടില്ല, ബഹുഭൂരിപക്ഷവും. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് 2 വർഷം മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന ഇൻഡസ്ട്രി വേറെയാണ്. ആ ഇൻഡസ്ട്രി കാണാത്ത ഒരു വ്യക്തി ഈ കുട്ടികളെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താണെന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. ഇപ്പം ഒരു ബോയിങ് ഓടിക്കാൻ നിങ്ങൾക്ക് 1500 മണിക്കൂർ ട്രെയിനിങ് മതി. നിങ്ങളൊരു പ്രൊഫഷണൽ പൈലറ്റായി, നല്ല ഒറ്റയ്ക്ക് ആ കാര്യം ചെയ്യാൻ പ്രാപ്തനായി. ആ രീതിയിലാണ് മിക്കവാറും എല്ലാ ട്രെയിനിങ്ങും. ഒരു 500 മണിക്കൂർ 1000 മണിക്കൂർ ഒക്കെ ധാരാളം മതി നല്ലൊരു പ്രൊഫഷണലാവാൻ വേണ്ടി. ആ എഡ്യൂക്കേഷൻ പോലും, അതിനു വേണ്ട ഒരു പരിശീലനം പോലും ഈ 50,000 മണിക്കൂറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഡസ്ട്രിയൽ ബിഹേവിയർ ഒന്നുമേ അതിനകത്ത് പെടുത്തിയിട്ടില്ല. നമ്മൾ അവിടെ പഠിച്ച സൈൻ തീറ്റയും കോസ് തീറ്റയും കൊണ്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഉപജീവനത്തിനുള്ള ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ടോട്ടലി ഡിഫറെൻ്റാണ്. കരിയർ ഡിസൈൻ എന്ന് പറയുന്ന കാര്യം അക്കാഡമിക്സിലില്ല. നമ്മൾ ഈ കരിക്കുലത്തിലാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യമില്ല. അതൊക്കെ എന്നെ പൊളിച്ച് അടുക്കിക്കളയേണ്ട കാര്യമാണ് ഈ കരിക്കുലം എന്ന് പറയുന്നത്. കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടത് കാര്യം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് അക്കാഡമിക്സ് അത് ഇൻഡസ്ട്രിയിൽ ഒരു പ്ലേസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ട്രെയിനിങ് മൊത്തം നടത്തുന്നത്. അതെ, ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ. അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. നമ്മൾ തമാശയ്ക്കോ ഒന്നും അല്ലല്ലോ വിദ്യാഭ്യാസം നേടുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലേക്ക് ഒരാളെ മോൾഡ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയെ തീരുമാനിക്കേണ്ടത് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഓക്കെ, അവർ പറയുകയാണ് ഞങ്ങൾ ക്യാരക്ടർ മോൾഡിംഗ് ആണ് നടത്തുന്നത്, ഇൻഡസ്ട്രിക്കുള്ളത് ഇൻഡസ്ട്രി പഠിപ്പിക്കട്ടെ. എന്നിട്ട് ഈ പഠിച്ചു വരുന്നവരുടെ ക്യാരക്ടർ എന്താണ്? നല്ല ഒരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ നല്ല ഒരു പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ക്യാരക്ടർ ഡിസൈനും കറക്റ്റല്ല, കരിയർ ഡിസൈനും കറക്റ്റല്ല, പ്രൊഫഷണൽ ഡിസൈൻസ് ഒന്നുമേ ഇല്ല. ഞാനും നിങ്ങളും എല്ലാം അതിൻ്റെ വിക്ടിമാണ്. ഞാനതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് എനിക്ക് ഇരട്ടക്കുട്ടികളാണ്, രണ്ട് പെൺകുട്ടികളാണ്. ഇവരെ ഞാൻ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തത്, ഏറ്റവും നല്ല സ്കൂൾ ഗൾഫിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേവൽ ആർക്കിടെക്റ്റാണ്.
എൻ്റെ അതേ ഫീൽഡ് നേവൽ ആർട്ടിസ്റ്ററിലെ ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സൗത്താംപ്ടണിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ രണ്ടുപേരും പോയത്. അവിടെ പോയി മാസ്റ്റേഴ്സും കഴിഞ്ഞു രണ്ടുപേര്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു മകൾ പറയുകയാണ് ഇതെൻ്റെ ഫീൽഡല്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി ആ നിമിഷം നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളത്. ഇത്രയും വർഷം ആ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് എൻ്റെ മകളെ താങ്കൾ നേവൽ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് മക്കളും ആ വഴിയെ വരണമെന്ന് ഞാൻ നിർബന്ധിച്ചതല്ല. ഇപ്പം ഞാൻ നേവൽ ആർക്കിടെക്റ്റ് ആയത് എൻ്റെ ബ്രദർ നേവൽ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വഴിക്ക് പോയതാണ്. അതായത് അക്കാഡമിക്സിൽ എന്നെ ടീച്ചേഴ്സോ ആരും എന്നെ ഗൈഡ് ചെയ്യുന്നില്ല ഞാൻ എന്താവണമെന്ന്. ഞാൻ 10ാം വയസ്സിൽ നാടകം സംവിധാനം ചെയ്ത വ്യക്തിയാണ്. സ്കൂൾ ലെവലിൽ കവിതകൾ എഴുതി സ്റ്റേറ്റ് വിഭജന മത്സരത്തിൽ പോകുന്ന വ്യക്തിയാണ്. എന്നോട് എൻ്റെ ഒരു അധ്യാപകനോ പേരൻസോ ആരും പറഞ്ഞില്ല എൻ്റെ കഴിവ് അവിടെയാണ് കിടക്കുന്നത്, എൻ്റെ ടാലൻ്റ് ആൻഡ് പാഷൻ അവിടെയാണ്, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പോകണമെന്ന് പറഞ്ഞു തരാനില്ല. എനിക്ക് അന്ന് വഴികാട്ടാൻ അന്ന് ഗൂഗിളൊന്നും ഇല്ലല്ലോ. അതെ, നമുക്ക് വളരെ പരിമിതമായ ഇതാണ്. അപ്പോൾ ഞാനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേ ഒരു ബോധം വന്നത് എൻ്റെ കഴിവ് അവിടെയാണ്, എനിക്ക് പോകണം. പക്ഷെ അപ്പോഴത്തേക്ക് ഒരുപാട് വൈകി. എന്നിട്ടും ഒരു ശ്രമം നടത്തി. 6 മാസം ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അപ്പോഴത്തേക്ക് ഞാൻ റിയലൈസ് ചെയ്ത് ഐ ആം ടു ലേറ്റ് എന്നുള്ള കാര്യം. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് വന്നു. അതിനകത്ത് ഞാൻ 100% ആത്മാർത്ഥത കാണിച്ചതുകൊണ്ട് ഇന്ന് വേൾഡിലെ നമ്പർ 1 ഡിസൈൻ ഫേമായിട്ട് ആ സ്ഥാപനത്തിനെ മാറ്റാൻ പറ്റി. ഒപ്പം തന്നെ എൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് എനിക്ക് മടങ്ങി വരുവാനും അതിൽ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മനസ്സിന് സന്തോഷം ഉണ്ടാക്കാനും സാധിച്ചു. കാര്യം എൻ്റെ പ്രൊഫഷൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പണം ഉണ്ടാകാം, പക്ഷേ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് മുഴുവൻ ഈ സിനിമയും കലയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴാണ്. ഒരു പക്ഷേ ഞാൻ ആദ്യമേ എൻ്റെ കരിയർ ഡിസൈൻ പ്രോപ്പറായിരുന്നെങ്കിൽ എനിക്ക് അത് എൻജോയ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. അവിടുന്ന് എനിക്ക് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ നേടാനും സാധിക്കുമായിരുന്നു. എൻ്റെ മകളുടെ കേസിനകത്ത് ഇത് തന്നെ വന്നു. ഒരു കർമ്മദോഷം പോലെയാണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ച അതേ സംഭവം വീണ്ടും ആവർത്തിച്ചു, തനിയാവർത്തനം. പക്ഷേ ഞാൻ ശക്തമായി പുറകിൽ നിന്ന് മകൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തു. മകളുടെ അടുത്ത് ഒരു ബ്രേക്ക് എടുത്ത് അവൾ എന്താ വേണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. മകൾ തന്നെ കണ്ടെത്തി ഹിപ്നോതെറാപ്പിയാണ് മോൾക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം. ഓക്കെ, അതിൽ പോകാൻ പറഞ്ഞു. അത് വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ ഷീ ഗോട്ട് ഇൻ ടു ഇറ്റ്. അത് കഴിഞ്ഞ് ഇപ്പം ദുബൈയിൽ വളരെ ഫേമസ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റായി. അതിന് സ്വന്തമായിട്ട് ക്ലിനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് ബിസിനസ് മേഖലയിലേക്ക് പോകാനായിട്ട് ഞാൻ സപ്പോർട്ട് കൊടുത്തതോടുകൂടി അപ്പോൾ ഐ കുഡ് ബ്രിങ് ബാക്ക് മൈ ഡോട്ടർ ടു സേഫ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷേ എവിടെയും എത്താത്ത കുട്ടികളുണ്ടാവും ഒരുപാട്. അതാ പറഞ്ഞത്, ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ പേരൻസിനും പറ്റുന്ന വരത്തില്ല. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പം എവിടെയെങ്കിലും അവസരം നമ്മൾ ചെന്ന് ഒരു തൊഴിൽ എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. അവിടെ നമ്മൾക്ക് മറ്റ് മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മനസ്സിൽ മുഴുവൻ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതിനകത്ത്. കാര്യം നമുക്ക് ടാലൻറ്റും പാഷനും ഇല്ലാത്തൊരു ജോബാണ് ചെയ്യുന്നത്. നമ്മളൊരു മെക്കാനിക്കൽ ഒരു വർക്കായിട്ട് ഇങ്ങനെ ചെയ്ത് അത് ആ ഒരു അൺഹാപ്പിനെസ് നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ ടേക്ക് ഓവർ ചെയ്യും. വീട്ടിലേക്ക് ചെല്ലുമ്പം നമ്മൾ ടോട്ടലി അൺഹാപ്പി ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ സ്പാർക്ക് പോലും അത് ആളി പടരുന്ന രീതിയിലേക്ക് പോകും. അത് കുടുംബാന്തരീക്ഷത്തിനെ ബാധിക്കും, കുടുംബ ബന്ധങ്ങളെ ബാധിക്കും. കൺവെൻഷണൽ സ്റ്റൈലിൽ നമ്മൾ പഠിച്ചു പോകുന്നു അല്ലേ? +2 കഴിയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ല. +2 വെച്ചല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ എവിടെയാണ് പോകേണ്ടത്. കരിയർ ഡിസൈൻ ഒരു 12 വയസ്സ് തൊട്ടേ നമ്മൾ തുടങ്ങണം. നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിങ്ങനെ കൺവേർജ് ചെയ്ത് +2 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയണം ഈ ലൈനിലാണ് പോകേണ്ടത്. ഓക്കെ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും എഞ്ചിനീയറിംഗിൽ തന്നെ എത്രയോ മേഖലയുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ നിങ്ങൾ സെലക്ട് ചെയ്തു. മെക്കാനിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയോ 100 കണക്കിന് ഇൻഡസ്ട്രി ഉണ്ട്. പക്ഷേ മെക്കാനിക്കൽ എടുത്തൊരു വ്യക്തി ഞാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട മെഷീൻസ് ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. അതിൽ കൂടുതൽ പഠിച്ച് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്ത് നിങ്ങളൊരു എക്സ്പേർട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇത് അവിടെ ചെല്ലുമ്പോഴാണ് ഏതെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് പോകാമെന്ന് വിചാരിക്കും. അത് അവിടെ തന്നെ എഞ്ചിനീയറായിട്ട് ഒരു ഫീൽഡിൽ ചെന്നാൽ തന്നെ അവിടെ ഡിസൈൻ സൈഡുണ്ട്, ഓപ്പറേഷൻ സൈഡുണ്ട്, മാർക്കറ്റിംഗ് സൈഡുണ്ട്, പല സൈഡുണ്ട്. അപ്പം എവിടെയാണ് നിങ്ങളുടെ ടാലൻറ്റ് കിടക്കുന്നത് അവിടെ നിങ്ങളുടെ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ടാലൻ്റ് ഉണ്ട്, എങ്കിൽ മാർക്കറ്റിങ്ങിലേക്ക് പോകണം. നിങ്ങൾക്ക് ഒരിടത്ത് ഒതുങ്ങിക്കൂടി നല്ല ഡിസൈൻസൊക്കെയാണ് ചെയ്യാൻ താല്പര്യം, നിങ്ങൾ അതിൽ നിൽക്കുക. നിങ്ങൾക്ക് ഒരു ടീം ലീഡറായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു എക്സ്പേർട്ടായിട്ട് മാറാനുള്ള ശ്രമം നടത്തുന്നത്. ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തേണ്ടത് ആ കുട്ടി തന്നെയല്ലേ? പലപ്പോഴും കമ്പൽഷൻ ഉണ്ടാവുന്നു. ഇപ്പോൾ അറിയാലോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾക്ക് സ്കൂളിൽ ഒരുപാട് അധ്യാപകരുണ്ട്. പക്ഷേ നമ്മൾ ഈ അധ്യാപനത്തിൽ എവിടെയും നമ്മുടെ സിലബസിലെങ്ങും പറയുന്നില്ല യു ഷുഡ് ഹാവ് എ മെൻറ്റർ എന്ന് പറയുന്നില്ല. നമുക്കൊരു മെൻറ്റർ ഉണ്ടാവണം, നമ്മളെ ടേക്ക് കെയർ ചെയ്ത്. കാര്യം എപ്പോഴും നമ്മുടെ ഭാവി നമ്മൾ തന്നെ നോക്കേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ ഗൈഡ് ചെയ്യും, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. പക്ഷേ ഇപ്പോഴുള്ള ഗുണം വെച്ചാൽ ഇപ്പോൾ AI എല്ലായിടത്തേക്കും വരികയാണ്. ഇന്നുള്ള ഒരു 80% ജോബ് ഇനി ഭാവിയിൽ ഉണ്ടാവില്ല. അപ്പം പണ്ട് ആരൊക്കെ പോയിരുന്നു ചെയ്തിരുന്നത് നോക്കി നമുക്കിനി പോകാൻ പറ്റത്തില്ല. അപ്പം അതേസമയം AI നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AI ക്യാൻ ബി ദ മെൻറ്റർ നൗ. നമ്മുടെ ക്യാരക്ടറിനെ അനുസരിച്ചിട്ടുള്ള ഫീൽഡ് സെലക്ട് ചെയ്യാൻ ഇന്ന് AIക്ക് പറ്റും, മനസ്സിലായില്ലേ? പക്ഷേ അതിനകത്ത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മെൻറ്റർ വേണ്ടേ? തീർച്ചയായും അതെ. അതിന് ഉള്ള ഒരു മെൻറ്ററെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ വഴികാട്ടാനായിട്ട് നല്ലൊരു ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ കമ്പനിയിലുള്ള ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ മക്കൾക്കെല്ലാം ഞാനൊരു മെൻറ്ററായി മാറുകയാണ്. ഞാൻ അവർക്ക് എല്ലാ മാസവും ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ കരിയർ എങ്ങനെ ഡിസൈൻ ചെയ്യണം. എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ എംപ്ലോയീസിൻ്റെ അവരുടെ മക്കളെ എല്ലാം നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ്. ഈവൻ എംപ്ലോയീസിന് പോലും ഇപ്പം നിങ്ങളൊരു ജോലിക്ക് കയറിയാൽ പോലും അവിടെ വെച്ച് അവസാനിക്കുന്നില്ല, പിന്നെയും നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ വർഷവും കൂടുതൽ പഠിച്ചാൽ മുകളിലേക്ക് പോകേണ്ടത്, അല്ലാതെ കയറിയ ജോബിൽ തന്നെ അല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനം നമ്മുടെ ചെറുപ്പകാലത്ത് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമില്ലേ? ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കരിയർ ഡിസൈൻ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ ഞങ്ങളിപ്പം തുടങ്ങിയിട്ടുണ്ട്. ചില സ്കൂൾസ് നമ്മളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നമ്മൾ പറയുന്നത് 1 മണിക്കൂർ ഒരു ദിവസം, നമുക്ക് 24 മണിക്കൂറില്ലേ, അതിനകത്ത് 1 മണിക്കൂർ നിങ്ങൾ കരിയർ ഡിസൈന് വേണ്ടി മാറ്റിവെച്ചാൽ മതി. ഈ കൺഫ്യൂഷനൊന്നുമില്ല. ഇത് അവസാനം ഇപ്പം എൻട്രൻസ് എക്സാം കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുമോ ഇഷ്ടമുള്ള ഫീൽഡിൽ പോകാൻ പറ്റുമെന്ന്? ആ എൻട്രൻസിൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് അവരാ തീരുമാനിക്കുന്നത് ഇന്ന ബ്രാഞ്ച് തരാമെന്ന് പറയുന്നു. നമുക്ക് ഇഷ്ടമുള്ള ജോബ് പോലും സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിലേക്ക് പോകണം അല്ലേ? ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. കാര്യം ഏത് മേഖലയിൽ ഇപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2% ആൾക്കാരേ ഉള്ളൂ റിയൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉള്ളത്. ബാക്കി എല്ലാവരും ഇപ്പോൾ ഡോക്ടേഴ്സിനെ എടുത്താലും ഡോക്ടറായി ജീവിതം നയിക്കേണ്ട 2% കാണും, ടീച്ചേഴ്സ് ആണെങ്കിൽ 2% കാണും. ബാക്കിയൊക്കെ ഡെസ്റ്റിനിയാണ് അവരെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഒരു ഡോക്ടറാവാൻ പാടില്ലാത്ത ഒരാൾ ഡോക്ടറായാൽ ഒരു ഡിഗ്രി ഉണ്ടെന്ന് കരുതി പ്രാക്ടീസ് ചെയ്യാം. അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. 1 വർഷം മുമ്പ് അട്ടപ്പാടിയിലെ ഒരു ട്രൈബൽ സ്കൂൾ താങ്കൾ തിരഞ്ഞെടുത്തു അല്ലേ? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് അതിൻ്റെ പ്രവർത്തനം? എന്തുകൊണ്ട് അട്ടപ്പാടി തിരഞ്ഞെടുത്തു? അതാണ് ഇപ്പം റെവല്യൂഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ബഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ നമ്മൾ മരം ബഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ചെറിയ ഒരു ബഡിങ് നടത്തുന്ന ആ മരം മൊത്തത്തിൽ മാറുന്ന ഒരു സ്വഭാവമില്ലേ, അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ സ്കൂളിനും കൂടെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഏറ്റവും താഴെ തട്ടിൽ ഉള്ള ഒരു സ്കൂളിനെ എടുത്തിട്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയാൽ ബാക്കി എല്ലാവരും മാറും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് തിരുവനന്തപുരത്തെ ഏരിസ്പെക്സ് തിയേറ്റർ. ഇന്ത്യയിലെ തിയേറ്റർ സംസ്കാരം മൊത്തം തകർന്നടിഞ്ഞ് തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടി, തിരുവനന്തപുരത്ത് തന്നെ മിക്കവാറും പകുതി തിയേറ്ററും ക്ലോസ് ചെയ്ത് ആരും തിയേറ്ററിലേക്ക് വരാത്തൊരവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഏറ്റവും മോശം അവസ്ഥയിലുള്ളൊരു തിയേറ്റർ എടുത്തു. അപ്പം ഞാൻ അന്ന് മനസ്സിൽ കണ്ടത്, ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 100 സിറ്റീസിൽ പോലും ഇല്ലാത്തൊരു സിറ്റിയാണ്. അവിടുത്തെ ഏറ്റവും മോശം തിയേറ്ററിനെ എനിക്ക് മാറ്റിയെടുക്കാൻ ചെയ്താൽ ബാക്കി എല്ലാവരും അതിനെ ഫോളോ ചെയ്യും. അപ്പം വെറും 5 മാസം കൊണ്ടാണ് ട്രിവാൻഡ്രം ഏരിയസ്പെക്സ്, താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ അതിൻ്റെ പഴയ അവസ്ഥ, അതിനെ 5 മാസം കൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 സ്ക്രീനാക്കി ഡ്യുവൽ 4K പ്രൊജക്ഷൻ കൊണ്ടുവന്നു. അപ്പോഴാണ് ബാഹുബലി എന്ന് പറയുന്ന വലിയൊരു തിയേറ്റർ, ഒരു സിനിമ, അതിൻ്റെ ഒരു 4K പ്രിൻ്റ് അന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സിനിമയ്ക്ക് എടുക്കുകയാണ് നമ്മുടെ തിയേറ്ററിന് വേണ്ടി. അവിടെ ആ സിനിമ 3.5 കോടി രൂപ കളക്ട് ചെയ്യുന്നു. ജനം വന്നിട്ട് സിനിമ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാവരുടെയും കണ്ണ് തുറക്കുന്നത്. അതോടെ വിസ്മയ സ്റ്റുഡിയോയുടെ അറ്റ്മോസ് മിക്സിങ് കൊണ്ടുവന്നു. അങ്ങനെ സ്റ്റുഡിയോ സംസ്കാരം മാറി. എല്ലാം മാറിയപ്പോൾ ഇന്ന് എവറി ഡേ 2 സ്ക്രീൻ വെച്ച് ഓപ്പൺ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യം മാറി. തിരുവനന്തപുരത്ത് അതുകൂടാതെ 11 സ്ക്രീൻ ഉണ്ടായിരുന്നിടത്തു നിന്ന് 105 സ്ക്രീനിലേക്ക് ഇത് മാറി. കംപ്ലീറ്റ് ചേഞ്ച് ആയില്ല. അപ്പോൾ ഇതേ മെത്തേഡാണ് അട്ടപ്പാടിയിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു ട്രൈബൽ സ്കൂള്, ഒരു 40 കിലോമീറ്റർ റേഡിയസിൽ ഒറ്റ സ്കൂളേ ഉള്ളൂ. 2400 കുട്ടികളുള്ള സ്കൂളിലെ പകുതി കുട്ടികൾ പോലും സിനിമ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കുട്ടികളാണ്. പുറലോകമായിട്ടൊരു ബന്ധമില്ല. അവർ 40 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് വരുന്ന കുട്ടികളുണ്ട്. കാട്ടിനകത്തു നിന്ന് 5 കിലോമീറ്റർ രാവിലെ നടന്നു വന്ന് ബസ് കയറി, ബസ് സർവീസ് അവർക്ക് ഫ്രീ ട്രാവലൊക്കെ ഉണ്ട്. സ്കൂളിൽ വരുന്നു, ഈ പഠനം നടത്തുന്നു.
ഈ കുട്ടികളിലേക്കാണ് ഞാൻ ഒരു ദിവസം ഈ വായനാശീലം വളർത്താൻ വേണ്ടി പത്രം കൊടുക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇങ്ങനെയുള്ള സ്കൂൾസ് ഉണ്ട് എന്നുള്ളത്. ഇത്രയും അകലെ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന സ്കൂളുണ്ടെന്ന്. അപ്പോൾ ഞാൻ 2 ആഴ്ച കൊണ്ട് ഏരീസ് പ്ലെക്സിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ ഒരു ക്ലാസ് റൂം അവിടെ സെറ്റ് ചെയ്തു. 4K പ്രൊജക്ഷൻ സിസ്റ്റത്തോടു കൂടി ബ്യൂട്ടിഫുൾ ഒരു ക്ലാസ് റൂം. എന്നിട്ട് ഒരു ഫിലിം ക്ലബ്ബ് അവിടെ ഫോം ചെയ്തു. കുട്ടികളെ കൊണ്ട് തന്നെ ഫിലിം ക്ലബ്ബ് ഫോം ചെയ്തു. അവരെ കൊണ്ട് എങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുക, എങ്ങനെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, അവരെ അത് ഇപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ കണ്ടൻറ്റ് എടുത്ത് കട്ട് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതൊരു കണ്ടൻറ്റാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് പഠിപ്പിച്ചപ്പം അവരുടെ എഡ്യൂക്കേഷൻ ഈ ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾക്ക് 50 ഡയറക്ഷനിൽ പോകുന്ന രീതിയിൽ അവർക്ക് കണ്ടൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് അവർ പഠിച്ചു. അവർ കേപ്പബിളായി. ഒരു അധ്യാപകനും വേണ്ട ഈ സിസ്റ്റത്തിനകത്ത് കുട്ടികൾക്ക് തന്നെ ഇത് റൺ ചെയ്യാം. 1 മാസത്തിനുള്ളിൽ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടത്തിയിട്ട് 12 ഷോർട്ട് ഫിലിം അവരുണ്ടാക്കി. മൊബൈലില്ല അവർക്ക്. ടീച്ചേഴ്സിൻ്റെ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ചേഞ്ച് തുടങ്ങിയിട്ട് പിന്നീട് അവർക്ക് ഞങ്ങൾ പാരലൽ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അല്ലാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ക്ലാസ്സിലുള്ളത് പോലും വളരെ ഷോർട്ടായിട്ട് വിഷ്വൽ മീഡിയയിലൂടെ കാണാവുന്ന കണ്ടൻസ് ഉണ്ട്. അത് നമ്മൾ അവർക്ക് കൊടുത്തു. നിങ്ങൾ ഒരാഴ്ച അവിടെ പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഈ വിഷ്വൽ കണ്ടൻസ് വെച്ച് പഠിക്കാം. പക്ഷേ അതല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നാളെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇൻഡസ്ട്രിയെ എങ്ങനെ സെലക്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൽ പ്രോപ്പർ ഒരു ഗ്രൗണ്ട് പോലും നല്ലതില്ല. ഇന്ന് പക്ഷേ ഇന്ത്യയിൽ റഗ്ബി ക്ലബ്ബും ബേസ്ബോൾ ക്ലബ്ബൊക്കെ ഉള്ള ഏക സ്കൂളായിട്ടത് മാറുകയാണ്. അത് മാറുന്നത് എങ്ങനെയാണ്? ഈ തിയേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അവിടെ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇവർക്ക് 5 റഗ്ബിയെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കും. ഇവരോട് ആദ്യം പറയുന്ന അസൈൻമെൻറ്റ് 25 ഗെയിംസ് നിങ്ങൾ ഈ വർഷം എന്താണെന്ന് മനസ്സിലാക്കണം. അതിൽ 2-3 ഗെയിംസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതിനകത്ത് നിങ്ങൾ ഡീപ്പായിട്ട് പോകുമ്പം അതിൻ്റെ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കണം. ക്രിക്കറ്റ് IPL നടക്കുമ്പം ഗ്രൗണ്ടിൽ 22 പ്ലേയേഴ്സേ ഉള്ളൂ. മനസ്സിലായില്ലേ? 2 ടീമിലുമായിട്ട്. അതേസമയം 20,000 പേര് ഈ ഇൻഡസ്ട്രിയിൽ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൗണ്ട് ശരിയാക്കാനും ഇവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഇവരുടെ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇവരുടെ അനുബന്ധ ബിസിനസ് ഒരുപാട് ഉണ്ട്. ലോകം മുഴുവനായിട്ട് പടർന്നു കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സും ഈ സ്കൂൾസിലുള്ള ഒരു അധ്യാപകന്, ഈ സ്പോർട്സ് അധ്യാപകർ ആരും കൊടുക്കുന്നില്ല. അവരെല്ലാവരും സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലി ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനപ്പുറം ഒരു മേഖലയുണ്ട് ഇതിനകത്ത്. എഞ്ചിനീയേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യണം. ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ അതിനകത്ത് മെഡിക്കൽ ഡോക്ടേഴ്സ് വേണം, സ്പോർട്സ് ഡോക്ടേഴ്സ് അതിനകത്ത് വേണം, ഫിസിയോതെറാപ്പിസ്റ്റുകൾ വേണം. അങ്ങനെ എത്രയോ മേഖലകൾ എടുക്കുന്നത്. എല്ലാ മേഖലയിൽ നിന്നുള്ള സാധ്യതയുണ്ട്. മീഡിയ, സ്പോർട്സ് മീഡിയ ഈസ് എ ഡിഫറെൻറ്റ് ഫീൽഡ്. ഇങ്ങനെ ഇത് ക്രിക്കറ്റ്, അങ്ങനെയാണ് റഗ്ബിക്ക്, മറ്റു എല്ലാ ഫീൽഡും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ സ്പോർട്സിനെ പരിചയപ്പെടുത്തണം. അതിന് റോക്കറ്റ് ടെക്നോളജിയും വലിയ ഫെസിലിറ്റി ഒന്നും വേണ്ട. ഇന്ന് യൂട്യൂബിൽ അതിനുള്ള വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. ChatGPT ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ലിസ്റ്റ് ചെയ്ത് തരും ഏതൊക്കെ ലിങ്ക്സ് വേണ്ടെന്നുള്ളത്. അത് ഈ കണ്ടൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, കുട്ടികളത് കാണുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങൾ ടെലിവിഷൻ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സ്പോർട്സ് ചാനൽസ് എടുത്തു കഴിഞ്ഞാൽ ഷട്ടിൽ ടൂർണമെൻറ്റ് മാത്രം കാണിക്കുന്നുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, റഗ്ബി ഉണ്ട്, പോളോ ഉണ്ട്, ഗോൾഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ആ ഗെയിം കണ്ടു തുടങ്ങുക. അടുത്ത ഇതിൻ്റെ പ്രൊഫഷണൽ ടീംസ് എവിടെയൊക്കെയാണ് ഉള്ളത്, ഇതിൻ്റെ സാധ്യതകൾ എവിടെയുള്ളത്, അതിൻ്റെ ഫാൻസ് ആ ഫാൻ ക്ലബിലേക്ക് കയറുക. അപ്പം യൂറോപ്യൻ ഫുട്ബോൾ നടക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫാൻ ക്ലബിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനോട് അറ്റാച്ച്ഡ് ആകും. അപ്പം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം തീരുമാനിക്കും. ഈ ക്ലാസ്സിലെ 50 കുട്ടികളും 50 പല പല ഡിഫറെൻറ്റ് ഗെയിംസിൻ്റെ പുറയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ കാര്യം നമ്മളെ സ്പോർട്സിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ആദ്യം വരും. ഇതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ആ ഫീൽഡിലേക്ക് പോകും. 1-2 കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്ന് പോയാൽ പോരെ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എത്ര സാധ്യതയാണ്, എത്ര തൊഴിലവസരത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഓരോ ഇൻഡസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ദുബൈയിൽ നിന്നാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. ദുബൈയിൽ നിന്ന് എൻ്റെ ജോബ് ഇവരെ ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തുകയാണ്. ഓൾറെഡി ഞങ്ങളവിടെ 10 ഞങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്റ്റ് മാനേജേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ ഈ ടീം ബിൽഡിങ്ങിനകത്ത് പങ്കെടുക്കുന്നവരെല്ലാം ഇതുപോലെ ഒരു ക്രിക്കറ്റ് ഇൻഡസ്ട്രിക്ക് ഞങ്ങളുടെയൊക്കെ കമ്പനിയിൽ അക്കാഡമിക് മാർക്സ് നോക്കിയിട്ടല്ല ആൾക്കാരെ എടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടറേറ്റുമായിട്ട് നിങ്ങൾ വരിക, ഒരു ആപ്ലിക്കേഷൻ എന്നാൽ അന്നേരം എടുത്ത് ഞങ്ങൾ ഡസ്റ്റ്ബിനിലിട്ട്. കാര്യം ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക് അതല്ല വേണ്ടത്. പറയുമ്പോൾ ഞങ്ങളൊരു 69ഓളം കമ്പനി ഉണ്ട് ഏരിയസിൻ്റെ കീഴിൽ, ഇത്രയും രാജ്യത്തായിട്ട്. 90% കൂടുതലും ഇന്ത്യൻസ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉള്ളവരെ അല്ല വേണ്ടത്. ഇപ്പോൾ ഈ കുട്ടികൾ നല്ല സമയമൊക്കെ ഡിഗ്രിയും കഴിഞ്ഞ് മാസ്റ്റേഴ്സും കഴിഞ്ഞ് പിന്നെ ഡോക്ടറേറ്റും കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഒരു ക്യാമ്പസിൽ പോയാൽ അവിടുത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്, വേറെ ഒരു കാര്യം ചോദിക്കുന്നത്, പേപ്പർ പോയാലും ഒന്നും പ്രശ്നമില്ല. കാര്യം
ആ കുട്ടി അവനറിയാതെ ഒരു ലീഡറായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ക്രിക്കറ്റിനകത്ത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ടാർഗറ്റിനെ എങ്ങനെ ചേസ് ചെയ്യണം, ഒരു 20 ഓവർ മാച്ച് കളിക്കുന്ന പോലെയാണ്. 20 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, അതെങ്ങനെ അച്ചീവ് ചെയ്യാം. ഒരു ജെൻറ്റിൽമെൻസ് ഗെയിമാണ്, അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ടൈമിനെ റെസ്പെക്ട് ചെയ്യണം. ഗെയിം ലേറ്റായി കഴിഞ്ഞാൽ അതിന് ഫൈനുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ലേറ്റാവാതെ ഓൺ ടൈം തീർക്കണം. എന്താണ് ടീം ബിൽഡിംഗ് കൊടുക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം, ഇതെല്ലാം ലോഗ് ചെയ്യണം, സേഫ്റ്റി മെഷേഴ്സ് നോക്കണം, അതിൻ്റെ ഡ്രസ് കോഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഓരോരുത്തരെയും റൈറ്റ് പ്ലേസിലാക്കണം. ഇപ്പം ബൗളർ ഒരു ടീമായി കഴിഞ്ഞാൽ അതിൽ ബൗളർ വേണം, ബാറ്റ്സ്മാൻ വേണം, അതിൽ തന്നെ സ്പിന്നേഴ്സ് വേണം, കീപ്പർ വേണം. അപ്പം ഇൻഡസ്ട്രിയിലും ഓരോ ജോബ് ചെയ്യാനും ഓരോരുത്തരാണ് വേണ്ടത്. അതിന് റൈറ്റ് ആൾക്കാരെ. നമ്മുടെ കയ്യിൽ 4 സ്പിന്നേഴ്സ് ഉണ്ടെങ്കിലും ആ ഗെയിമിന് നമുക്ക് 2 പേര് മതി. ആ പിച്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ടോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഡിസിഷൻ മേക്കിംഗ് ആണ്. ബാറ്റിംഗ് വേണോ ബൗളിംഗ് വേണോ. ഇനി നാളെ ഒരെണ്ണം പരാജയപ്പെട്ടാലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത ഗെയിമിൽ ഒക്കെ നോ പ്രോബ്ലം, ഐ ലോസ്, ആ പോസിറ്റീവ് സ്പിരിറ്റോട് കൂടി നമുക്ക് പോകണം. ഇതെല്ലാം ആ ഗെയിമിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ഒരു ഒഫീഷ്യൽ ഗെയിമാക്കി മാറ്റിയേക്കുന്നത്. ഇതുപോലെ ആ ക്രിക്കറ്റിന് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ ഇന്നും അക്കാഡമീസിലുള്ള ഒരു സ്പോർട്സ് അധ്യാപകന് സാധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ അക്കാഡമീസ് കിടക്കുന്നത്. അപ്പോൾ അട്ടപ്പാടിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയെങ്കിലല്ലേ? അട്ടപ്പാടിയിൽ 5 വർഷത്തെ പ്രോജക്റ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ 5 വർഷം കൊണ്ട് ആ സ്കൂളിനെ ഇന്ത്യയിലെ നമ്പർ 1, ഞങ്ങളൊരു 25ഓളം ലക്ഷ്യങ്ങൾ ഇട്ടിട്ടുണ്ട് അച്ചീവ് ചെയ്യേണ്ടത്. ആ 25 അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇക്വലൻ്റ് ആയിട്ട് ഒരു സ്കൂൾ അവിടെ ഉണ്ടാവത്തില്ല. മനസ്സിലായില്ലേ? അതുമല്ല, ആ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പോലെയല്ല. അവർക്കൊരു ചെറിയ ഗൈഡൻസ് കൊടുത്താൽ അവർ വേറെ ലെവലിൽ പോകുന്നതാണ്. അവരുടെ കറേജ് എത്രയാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഈ കാട്ടിൽ കൂടെ വരുന്ന കുട്ടികൾക്ക് എന്തിനെങ്കിലും ഭയമുണ്ടോ? അവർക്ക് എവിടെ കൊണ്ടിട്ടാലും അവർ സർവൈവ് ചെയ്യും. നീന്താനറിയാം, മരത്തേക്ക് കയറാനറിയാം, എതിരെ പുലി വന്നാൽ പോലും അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒന്നിനോടും ഒരു ഭയമില്ല, മടിയില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടറൊന്നും വേണ്ട, അവർക്ക് പ്രകൃതിയിൽ നിന്ന് അവരുടെ മരുന്ന് കണ്ടെത്തി സർവൈവ് ചെയ്യാനറിയാം. ഇതുപോലെ ഇനി അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗൈഡൻസ് മാത്രം മതി. അത് ഞങ്ങൾ കൊടുത്തപ്പോഴത്തേക്ക് അൺബിലീവബിൾ ചേഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമാണ് അതിനെ അങ്ങനെ ആക്കുക. പക്ഷേ ഓൾറെഡി ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് സ്കൂൾസ് ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സമീപിച്ചു. കാര്യം ഞങ്ങൾ ഓൾറെഡി ഇതിനുവേണ്ടി കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് ഏത് സ്കൂളും ഒരു ക്ലാസ് റൂം മതി, ഒരു തിയേറ്റർ ക്ലാസ് റൂം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിനകത്തേക്ക് കയറുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹം ഇത് കണ്ട് അന്നേരം തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് മനസ്സിലായി. ഉടൻ തന്നെ വളർത്തെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ഒരു ക്ലാസ് റൂം ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം സ്പോൺസേഴ്സിനെ അന്വേഷിച്ചു. അന്നേരം തന്നെ കുവൈറ്റിലുള്ള KG എബ്രഹാം അവർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂം ചെയ്തു കൊടുത്തു. കാര്യം എല്ലാ സ്കൂളിലും രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉണ്ടാവും ഒരു ക്ലാസ് റൂം ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇതുപോലുള്ള മറ്റൊരു സ്പോൺസറെ കണ്ടെത്താം. CSR ആക്ടിവിറ്റിയിൽ അവർക്ക് പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റ് ഷെയർ ചെയ്താൽ പോരെ, ഇതേ സിസ്റ്റം ഫോളോ ചെയ്താൽ പോരെ. ഇത് കണ്ടിട്ട് ഇപ്പം നൂറൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അവർ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, ഏതാണ്ട് 10,000 സ്റ്റുഡൻസോളം ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അവർ ഞങ്ങളെ സമീപിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുക എന്നുള്ളതാണ് പ്രോജക്റ്റ്. അത് ഈ സിസ്റ്റത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതാവും. അതിനുവേണ്ടി ഞങ്ങളൊരു എഫിസ് എന്നും പറഞ്ഞ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. അതിനകത്ത് ഓരോ വിദ്യാർത്ഥിയുടെയും അധ്യാപകൻ്റെയും എഫിഷ്യൻസി ഓരോ ദിവസം കൂട്ടുന്നൊരു സംവിധാനമാണ്. ആദ്യം എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ടൊരു 200ഓളം പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എഫിഷ്യൻസി മെഷർ ചെയ്യാം. ആ പാരാമീറ്റേഴ്സ് ഓരോന്നും നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് ഈ വ്യക്തിയെ കംപ്ലീറ്റ്ലി ഒരു ക്യാരക്ടർ മോൾഡിംഗ് ആണ്. സ്വഭാവമേ മാറും. ഈ കുട്ടികളുടെയൊക്കെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറിയിട്ട് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഈ കുട്ടികൾ പേരൻസിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഏത് സ്ഥാപനത്തിലെയും ഇന്ന് ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിലെ എംപ്ലോയീസിൽ നിന്ന് ഞങ്ങൾക്ക് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയി വിവാഹം കഴിഞ്ഞ് കുട്ടികളായി കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ കുട്ടികൾ പേരൻസിൽ നിന്ന് അകലുന്നു. അത് പേരൻസും ഇവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒന്നും കരിക്കുലത്തിനൊന്നും ഇല്ല. ടീച്ചേഴ്സ് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ടീച്ചേഴ്സ് വരുന്ന അവരുടെ ജോബ് ആ കരിക്കുലം എങ്ങനെ ആ സിലബസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് അവനെ നല്ലൊരു ക്യാരക്ടറായിട്ട് മാറ്റണമെങ്കിൽ അതിൻ്റെ പരിശീലനം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പേരൻസ് വിചാരിക്കുന്നത് ടീച്ചേഴ്സിനെ നല്ല സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം മാറി എന്നുള്ളതാണ്. ഈ കുറേ കഴിയുമ്പോഴത്തേക്ക് അച്ഛനും മക്കളുമായിട്ട് യാതൊരു
സംസാരമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികൾ ഫ്രണ്ട്സിലേക്ക് കൂടുതൽ അടുക്കുന്നു, അവർ പല ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകുന്നു, നല്ലൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ കരിക്കുലമെങ്കിൽ ഇപ്പം കുട്ടികളെ സ്കൂളിൽ അയക്കാൻ തന്നെ പേടിയല്ലേ. പല സ്കൂളിലും ഇന്ന് ലഹരിയുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സായിട്ട് മാറിയേക്കുകയാണ്. അവിടേക്ക് നിങ്ങൾ എങ്ങനെ ധൈര്യമായിട്ട് ഒരു കുട്ടി നിങ്ങളുടെ മക്കളെ അയക്കുന്നത്? ശ്രീ സോഹൻ റോയിയുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.